നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മീനശനി ഇടവവ്യാഴം 1200 കൊല്ലവർഷം മീനമാസം 30 ഞായറാഴ്ച ഉദയാദി 50 നാഴിക 20 വിനാഴികയ്ക്ക് ചോതി നക്ഷത്രവും കൃഷ്ണപക്ഷ പ്രതിപദ തിഥിയും പന്നിക്കരണവും വജ്രനാമ ചന്ദ്രാർക്ക യോഗവും കൂടിയ ദിവസം തുലാക്കൂറിൽ മകരലഗ്നത്തിൽ പൃഥ്വീഭൂതത്തിലാണ് ഈ വർഷത്തെ മേഷ വിഷു സംക്രമം വരുന്നത്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ വിഷുവശാലുള്ള ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് പരിശോധിച്ചു നോക്കാം. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ എന്നൊന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കാണുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2 രൂപ വരുമാനം കിട്ടിയാൽ 5 രൂപയോളം ചിലവ് വരുന്നൊരവസ്ഥയാണ് ഈ വർഷത്തിലുള്ളത്. അത് കാരണം കൊണ്ട് തന്നെ ചിലവ് നന്നായിട്ട് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം ചിലവ് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. വരുമാനം കുറവാണ്, അപ്പോൾ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പ്രവൃത്തികൾ ചെയ്യണം. അതിനോടൊപ്പം നല്ല പ്രാർത്ഥന പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. ഇങ്ങനെയുള്ള അവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ത്യശൂലമാണ്. ശൂലഷൾക്കങ്ങളിൽ അന്ത്യശൂലമായത് കാരണം കൊണ്ട് തന്നെ ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥ കൊണ്ടുള്ള മാനസികമായ ടെൻഷൻ, വിഷഭയം പോലെയുള്ള വസ്തുക്കൾ, അതായത് അഭക്ഷ്യമായ വസ്തുക്കൾ ഉള്ളിൽ ചെല്ലാനിട വരിക. അപ്പം ഭക്ഷണ സംബന്ധമായിട്ടുള്ള അശുദ്ധി വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മുറിവ്, ചതവ് മുതലായിട്ടുള്ള കാര്യങ്ങൾ, യാത്രകൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ യാത്ര കൊണ്ടൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറച്ച് കുറവുള്ളൊരു വർഷമാണ്. അതുപോലെ തന്നെ രക്തവികാരാദി രോഗങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് കാരണം തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് അത്ര അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും മെയ് മാസത്തിന് ശേഷം കുറച്ചൊരു അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഏപ്രിൽ മാസത്തിൽ 14 ആണല്ലോ വിഷു തുടങ്ങുന്നത്. അപ്പോൾ വിഷു തുടങ്ങി 1 മാസം കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് 12 നിൽക്കുന്ന വ്യാഴം ജന്മത്തിലേക്ക് വരുന്നത് കാരണം കൊണ്ട് വലിയ തടസ്സങ്ങളൊക്കെ മാറി അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും നല്ല പ്രാർത്ഥന, വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പരിപൂർണമായിട്ടും അനുഭവിക്കാനുള്ള സാധ്യതയുള്ളൂ. എന്തായാലും ചെയ്യുന്ന പ്രവൃത്തിയിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടിയിട്ടും ആത്മവിശ്വാസത്തോടു കൂടിയും മുന്നോട്ട് പോയാൽ അനുകൂലാവസ്ഥയൊക്കെ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ടെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ ഭക്ഷണം, വസ്ത്രം, യാത്ര ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. വരുമാനം കുറവാണെങ്കിൽ അതിനനുസരിച്ച് ചെലവ് നിയന്ത്രിക്കാനായിട്ട് ശ്രദ്ധിക്കുക കൂടി വേണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.